പമ്പയെ പൂർണ്ണമായി മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പമ്പ കർമ്മ പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മിതികൾ പൂർണ്ണമായും തകർന്നു. 18.45 കോടിയുടെ പദ്ധതികളാണ് നശിച്ചുപോയത്. ഒന്നാം ഘട്ട പദ്ധതി മാത്രം തുടങ്ങിയ ശേഷം 272 കോടിയുടെ പമ്പ ആക്ഷൻ പദ്ധതി സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു. അപായകരമാം വിധം മലിനപ്പെട്ട രാജ്യത്തെ പ്രധാന നദികളെ മാലിന്യ വിമുക്തമാക്കുന്നതിന് ദേശീയ നദീ സംരക്ഷണ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1985 തീരുമാനിച്ചത്. രാജ്യത്തെ 18 സംസ്ഥാനങ്ങളിൽ 27 നദികളുമായി ബന്ധപ്പെട്ട 152 പദ്ധതികൾ ദേശീയ നദീ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടു. 4600 കോടിയുടേതായിരുന്നു പദ്ധതി. പദ്ധതിയിൽ പമ്പ ആക്ഷൻ പ്ലാൻ ഉൾപ്പെട്ടതാകട്ടെ ഏറെ വൈകിയാണ്. 2001 മാർച്ച് 13 ഡൽഹിയിൽ ചേർന്ന ദേശീയ റിവർ കൺസർവേഷൻ അതോറിറ്റിയുടെ 10ാമത് യോഗം അംഗീകരിച്ച് പുതുക്കിയ മാർഗരേഖ അനുസരിച്ചാണ് പമ്പ നദിയെ ദേശീയ നദീ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. പിന്നീടാണ് ഗംഗ ആക്ഷൻ പദ്ധതിയുടെ അതേ മാതൃകയിൽ പമ്പ കർമ്മ പദ്ധതിയും തയ്യാറാക്കിയത്. പമ്പ പരിരക്ഷണ സമിതി മാവേലിക്കര MP ആയിരുന്ന രമേശ് ചെന്നിത്തല മുഖേന കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിച്ച പദ്ധതിയുടെ ആദ്യഘട്ടമാണ് അംഗീകരിച്ചത്. നദികളുമായി ബന്ധപ്പെട്ട മാലിന്യ സ്രോതസ്സുകൾ കണ്ടെത്തി ശാസ്ത്രീയ സംസ്കരണം നടത്തി ജലം ശുദ്ധിയോടെ സംരക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പമ്പ പരിരക്ഷണ സമിതി 2001 ജൂൺ 15 സമർപ്പിച്ച നിവേദനത്തിൽ പമ്പാ നദിയുടെ പാരിസ്ഥിതികമായ തകർച്ചയും നേരിടുന്ന വെല്ലുവിളികളും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മ പദ്ധതിക്ക് രൂപം നൽകാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ടായത്. പ്രാഥമിക പഠന റിപ്പോർട്ട് നൽകാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ചുമതലപ്പെടുത്തി. 272 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പമ്പ ആക്ഷൻ പ്ലാൻ സാധ്യത പഠന റിപ്പോർട്ട് 2002 മാർച്ച് 25 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകുകയും ചെയ്തിരുന്നു. ഒന്നാം ഘട്ട പദ്ധതി പോലും പൂർണ്ണമാക്കാത്ത സാഹചര്യത്തിൽ പദ്ധതി ഉപേക്ഷിച്ചു. ശബരിമല കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾ പോലും ഏറ്റെടുത്ത് പൂർത്തിയാക്കാനായിട്ടില്ല. പമ്പ നദിയിലേക്ക് മാലിന്യം എത്തുന്നത് തടയുന്നതിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് തയ്യാറാക്കിയ പദ്ധതികളും വെളിച്ചം കണ്ടില്ല. പമ്പയുടെ തീരത്തെ പഞ്ചായത്തുകളിലെ ശുചിത്വം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പോലും വിനിയോഗിക്കാനായിട്ടില്ല. ഇതോടെ പമ്പ കർമ്മ പദ്ധതിയും അനിശ്ചിതത്വത്തിൽ ആകുകയായിരുന്നു. ക്രമേണ പദ്ധതിയും അസ്തമിച്ചു. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.